വെൽക്കം ബാക്ക് ടു റയാൻസ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ചക്ക വഴറ്റിയതാണ് കേട്ടോ, ചക്ക അലുവ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് ചക്ക ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുറേ എടുത്ത് കേട്ടോ, നല്ല വരിക്ക ചക്കയായിരുന്നു. എന്നാൽ പിന്നെ അത് കളയാതെ ഇങ്ങനെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. നല്ല പഴുത്ത ചക്കയാണ്. പഴുത്ത ചക്ക വേണം നമുക്ക് മിക്സിയുടെ ജാറിലെടുത്ത് പൾപ്പായിട്ട് എടുക്കാം. ഞങ്ങൾ അത് മിക്സിയുടെ ജാറിലൊന്നും എടുത്തില്ല. അങ്ങനെ മാറി മാറി ഇളക്ക് തുടങ്ങി. ഞാൻ ഇളക്കുന്നു, അമ്മ ഇളക്കി, പിന്നെ അനിയത്തി ഉണ്ടായിരുന്നു. കുഞ്ഞുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും മാറി മാറി ഞങ്ങൾ ഇളക്കി കേട്ടോ. നല്ല പണിയാണ്, പക്ഷേ നല്ല സ്വാദുള്ളതായതുകൊണ്ട് ഞങ്ങൾ അങ്ങ് മെനക്കെടാമെന്ന് വിചാരിച്ചു. ഡാൽഡ ചേർത്ത് കൊടുക്കാം, നെയ്യ് ചേർക്കാം, ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ ശർക്കര പാനിയൊന്നും ചേർത്തില്ല കേട്ടോ. പിന്നെ ഏലക്ക പൊടിച്ചത് ചേർത്തു, തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നുണ്ട്. ഞങ്ങൾ ഒന്നും ചേർത്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. പിന്നെ കാഷ്യൂനട്ട് അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ പിന്നെ ഇതെല്ലാം ചടപടേന്നായിരുന്നുകൊണ്ട് ഒന്നും ചേർക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ പ്ലെയിൻ ചേർക്കാമെന്ന് വെച്ചു. അങ്ങനെ വേണ്ടേ ചക്ക കളയാതെ ചെയ്യണമല്ലോ. അങ്ങനെ ഇളക്കി ഈ ഒരു പരുവം ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. ഇതാണ്, ഇതിലും കുറേ നല്ല പരുവത്തിലായിരിക്കണം. ഏതായാലും ചക്ക നമുക്ക് നാട്ടിൽ സുപരിചിതമായതുകൊണ്ട് ചക്കയെരിശ്ശേരി, കുമ്പളപ്പം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്നാൽ പിന്നെ ഇതും ഒരു റെസിപ്പി ആയിക്കോട്ടെ എന്ന് കണ്ടു. നല്ല സ്വാദാണ് കേട്ടോ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പകുതി വേവ് തുടങ്ങുമ്പോൾ മുതൽ ഞങ്ങൾ വാരി കഴിക്കാറുണ്ട് കേട്ടോ. ഏതായാലും ഹലുവ അടിപൊളി, നല്ല സ്വാദം. മഴയൊക്കെ ഉള്ളപ്പോൾ ഒരു കട്ടന് ഒരു ഹലുവയും.